Hello friends, welcome back to my channel SSA Cooking World. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മടക്ക കാജയുടെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എല്ലാവർക്കും ഇനി പെർഫെക്റ്റ് ആയി തന്നെ വീട്ടിൽ തന്നെ കാജ ഉണ്ടാക്കി കഴിക്കാം. കുഞ്ഞിക്കാജ, മടക്ക കാജ എന്നൊക്കെ നമ്മൾ ഇതിന് പറയും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ അതിലേക്ക് ആക്കിയിട്ട് ആ സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഷുഗർ പൗഡർ ആവശ്യമുണ്ട്. അവസാനം ഇടാൻ വേണ്ടി 3/4 കപ്പ് ഷുഗർ 5-6 ഏലക്കയും ഇട്ട് പൊടിച്ചെടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഷുഗർ പൗഡറാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഷുഗർ പൗഡർ ഞാൻ ചപ്പാത്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളത്. ഇതിനു വേണ്ടി 3 ചപ്പാത്തി നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇത് വീഡിയോ ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര സ്പീഡാക്കി കാണിച്ചിട്ടുള്ളത്. ഇതിലേക്കും ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കോൺഫ്ലവർ പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് അടുത്ത ലെയർ ചപ്പാത്തി കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെയും ചെയ്തു കൊടുക്കാം. ആദ്യം ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത ചപ്പാത്തിയും വെച്ചിട്ട് സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് തുടർന്ന് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിത് ലെയറായിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് നമ്മൾ നെയ്യിൻ്റെ കൂടെ തന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പുരട്ടി കൊടുത്താലും മതി, ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയർ കിട്ടും. നമ്മൾ ഈ 3 ചപ്പാത്തിയും ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഇവിടെ വെച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ചെറിയ ചെറിയ മടക്കാജിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നല്ലോണം പ്രസ് ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ആക്കിയിട്ടൊന്നും പ്രസ് ആക്കണ്ട കേട്ടോ. ആ ടൈമിൽ നമ്മൾക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ഷുഗർ പൗഡർ കൂടി ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. ഇത് ഷുഗർ ലായനിയിലാക്കിയിട്ടും അതിലിട്ടിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ കാജ യെല്ലോ കളറായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതുപോലെ ആക്കിയിട്ടാ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ.
ഇതുപോലത്തെ ഒരുപാട് ബേക്കറികളിൽ കിട്ടുന്ന ഓരോ റെസിപ്പീസും ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് ഐറ്റംസ് ആയിട്ട് ഒരുപാട് അപ്പത്തരങ്ങളും വേറെയും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയും ഒരുപാട് റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.